ഇന്ന് നമ്മൾ അന്വേഷിക്കാൻ പോകുന്നത് പ്രകൃതിയിലെ ഏറ്റവും അത്ഭുതകരമായ ഭൗതിക രാസപ്രക്രിയകളിൽ ഒന്നാണ് പ്രകാശ സംശ്ലേഷണം. കണ്ണാൽ കാണാനാകാത്ത സൂര്യപ്രകാശം എങ്ങനെ സസ്യങ്ങളുടെ ശരീരമായി മാറുന്നു? വെളിച്ചം എങ്ങനെ ദൃഢമായ വസ്തുവായി മാറുന്നു? ഇത് മായാജാലമല്ല, ഇത് കൃത്യമായ ഭൗതികശാസ്ത്രവും രസതന്ത്രവും ചേർന്ന ഒരു ഊർജ്ജപരിവർത്തന പ്രക്രിയയാണ്. ആദ്യമൊരു അടിസ്ഥാന സത്യം മനസ്സിലാക്കണം. സൂര്യപ്രകാശം വെറും വെളിച്ചമല്ല, അത് ഊർജ്ജമാണ്. ആ ഊർജ്ജം ഫോട്ടോൺ എന്ന കണങ്ങളായി സസ്യങ്ങളുടെ ഇലകളിൽ പതിക്കുന്നു. ഓരോ ഫോട്ടോണിനും ഒരു നിശ്ചിത അളവിൽ ഊർജ്ജമുണ്ട്. ഈ ഊർജ്ജമാണ് പ്രകാശ സംശ്ലേഷണത്തിന്റെ തുടക്കം. ഇലകളിൽ ക്ലോറോഫിൽ എന്ന വർണ്ണദ്രവ്യമുണ്ട്. ക്ലോറോഫിൽ ഫോട്ടോണുകൾ ആഗിരണം ചെയ്യുന്നു. പ്രത്യേകിച്ച് ചുവപ്പും നീലവും തരംഗദൈർഘ്യത്തിലുള്ള പ്രകാശമാണ് ഉപയോഗിക്കുന്നത്. പച്ചപ്രകാശം തിരിച്ചുവിടുന്നതിനാലാണ് ഇലകൾ പച്ചയായി കാണുന്നത്. ഇത് പ്രകാശത്തിന്റെ ആഗിരണം എന്ന ഭൗതിക പ്രക്രിയയാണ്. ഒരു ഫോട്ടോൺ ക്ലോറോഫിലിൽ പതിക്കുമ്പോൾ അതിന്റെ ഊർജ്ജം ഒരു ഇലക്ട്രോണിനെ ഉണർത്തുന്നു. ഇലക്ട്രോൺ ഉയർന്ന ഊർജ്ജാവസ്ഥയിലേക്ക് ചാടുന്നു. ഇത് ക്വാണ്ടം ഭൗതികത്വങ്ങളുമായി ബന്ധപ്പെട്ടതാണ്. പ്രകാശം കണമായി പെരുമാറുകയും തന്റെ ഊർജ്ജം ഇലക്ട്രോണിലേക്ക് കൈമാറുകയും ചെയ്യുന്നു. ഉണർന്ന ഇലക്ട്രോൺ ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് ചെയിൻ എന്ന ഊർജ്ജ കൈമാറ്റ ചെയിൻ പ്രോസസ്സിലേക്കു പ്രവേശിക്കുന്നു. ഈ ശൃംഖലയിൽ ഇലക്ട്രോൺ ക്രമമായി നീങ്ങുമ്പോൾ ഊർജ്ജം പുറത്തുവിടുന്നു. ഈ ഊർജ്ജം ATP നിർമ്മിക്കാൻ ഉപയോഗിക്കുന്നു. ATP ആണ് കോശത്തിന്റെ പ്രധാന ഊർജ്ജ നാണയം. ഈ ഘട്ടത്തിൽ വെള്ളം വിഭജിക്കപ്പെടുന്നു. ഇതിനെ ഫോട്ടോലിസിസ് ഓഫ് വാട്ടർ എന്ന് വിളിക്കുന്നു. വാട്ടർ മോളിക്യൂളിൽ നിന്ന് ഇലക്ട്രോണുകളും പ്രോട്ടോണുകളും വേർതിരിക്കപ്പെടുന്നു. ഈ പ്രക്രിയയിലൂടെ ഓക്സിജൻ ഉപോൽപ്പന്നമായി പുറത്തുവിടപ്പെടുന്നു. ഭൂമിയിലെ സ്വതന്ത്ര ഓക്സിജൻ ഈ പ്രക്രിയയുടെ ഫലമാണ്. ഇപ്പോൾ പ്രകാശത്തിൽ നിന്നുള്ള ഊർജ്ജം നേരിട്ട് ഭക്ഷണമാകുന്നില്ല. ആദ്യം അത് രാസ ഊർജ്ജമായി സംഭരിക്കപ്പെടുന്നു. ATPയും NADPH എന്ന റിഡ്യൂസിംഗ് ഏജന്റിലും ഈ ഊർജ്ജം കൈമാറുന്നു. അടുത്ത ഘട്ടം കാർബൺ ഫിക്സേഷൻ ആണ്. അന്തരീക്ഷത്തിലെ കാർബൺ ഡയോക്സൈഡ് സസ്യം ആഗിരണം ചെയ്യുന്നു. ഇത് കാൽവൻ സൈക്കിൾ എന്ന രാസചക്രത്തിലൂടെ പഞ്ചസാരയായി മാറുന്നു. ഈ പ്രക്രിയയിൽ ചെറിയ കാർബൺ അണുക്കൾ ചേർന്ന് ഗ്ലൂക്കോസ് എന്ന പഞ്ചസാര രൂപപ്പെടുന്നു. ഇവിടെ ഒരു പ്രധാന ഭൗതിക സത്യമുണ്ട്. വെളിച്ചത്തിന്റെ ഊർജ്ജം കെമിക്കൽ ബോൺസിൽ സംഭരിക്കപ്പെടുന്നു. ഗ്ലൂക്കോസ് അണുവിലെ കാർബൺ ഹൈഡ്രജൻ ബന്ധങ്ങളിൽ സൂര്യപ്രകാശത്തിന്റെ ഊർജ്ജം അടങ്ങിയിരിക്കുന്നു. അതായത് വെളിച്ചം നേരിട്ട് ദൃഢവസ്തുവാകുന്നില്ല, മറിച്ച് വെളിച്ചത്തിന്റെ ഊർജ്ജം രാസബന്ധങ്ങളിൽ പൂട്ടപ്പെടുന്നു. ഗ്ലൂക്കോസ് പിന്നീട് സെല്ലുലോസ്, സ്റ്റാർച്ച്, ലിപ്പിഡ്സ് എന്നിവയായി മാറുന്നു. മരത്തിന്റെ തടി, ഇല, പഴം എല്ലാം ഈ സംഭരിച്ച രാസ ഊർജ്ജത്തിന്റെ രൂപങ്ങളാണ്. ഭൗതികശാസ്ത്രപരമായി നോക്കുമ്പോൾ ഇത് ഊർജ്ജ സംരക്ഷണ നിയമത്തിന്റെ ഉദാഹരണമാണ്. ഊർജ്ജം സൃഷ്ടിക്കപ്പെടുകയോ നശിക്കുകയോ ചെയ്യുന്നില്ല, അത് രൂപം മാറുന്നു. ഇവിടെ പ്രകാശ ഊർജ്ജം രാസ ഊർജ്ജമായി മാറുന്നു. ഇത് ഭൂമിയിലെ മുഴുവൻ ജീവന്റെ അടിസ്ഥാനമാണ്. സസ്യങ്ങൾ നിർമ്മിക്കുന്ന ഓർഗാനിക് മാറ്റർ ഭക്ഷ്യശൃംഖലയുടെ തുടക്കമാണ്. മൃഗങ്ങൾ സസ്യങ്ങളെ ഭക്ഷിക്കുന്നു. മനുഷ്യരും അതിലൂടെ ലഭിക്കുന്ന ഊർജ്ജം ഉപയോഗിക്കുന്നു. അതായത് നാം പരോക്ഷമായി സൂര്യപ്രകാശം തന്നെയാണ് ഭക്ഷിക്കുന്നത്. കൂടാതെ പ്രകാശ സംശ്ലേഷണം കാർബൺ ചക്രത്തിന്റെ പ്രധാന ഘടകമാണ്. സസ്യങ്ങൾ അന്തരീക്ഷത്തിൽ നിന്ന് കാർബൺ ഡയോക്സൈഡ് നീക്കം ചെയ്ത് ജൈവവസ്തുവായി മാറ്റുന്നു. സൂര്യനിൽ നടക്കുന്ന ന്യൂക്ലിയർ ഫ്യൂഷൻ വഴി രൂപപ്പെട്ട ഊർജ്ജം ഭൂമിയിലെ ഒരു ഇലയിൽ പതിക്കുന്നു. ആ ഊർജ്ജം പിന്നീട് ഒരു മരത്തിന്റെ ശരീരമായി മാറുന്നു. ആ മരത്തിൽ അടങ്ങിയിരിക്കുന്ന ഓരോ കാർബൺ അണുവും ഒരിക്കൽ അന്തരീക്ഷത്തിലെ കാർബൺ ഡയോക്സൈഡിന്റെ ഭാഗമായിരുന്നു. അതിനാൽ ഓരോ ഇലയും ഒരു ജൈവ ഊർജ്ജ പരിവർത്തന കേന്ദ്രമാണ്. ഓരോ മരവും ഒരു സോളർ എനർജി സ്റ്റോറേജ് സിസ്റ്റമാണ്. പ്രകാശ സംശ്ലേഷണം ജീവശാസ്ത്രം, ഭൗതികശാസ്ത്രം, രസതന്ത്രം ഈ 3 ശാസ്ത്രശാഖകളുടെ അത്ഭുതകരമായ സംഗമമാണ്. കാണാനാകാത്ത ഫോട്ടോണുകളിൽ നിന്ന് ദൃശ്യമായ ജീവവസ്തുവിലേക്ക് നടക്കുന്ന ഈ യാത്രയാണ് ഭൂമിയിലെ മുഴുവൻ ജീവിതത്തിന്റെ അടിസ്ഥാനം.